चड़ापत्र हिंदी साहित्य का इतिहास। एक आदिकाल हिंदी साहित्य का आरंभ कब और कैसे हुआ? ഹിന്ദി സാഹിത്യത്തിൻ്റെ ആരംഭം എങ്ങനെ, എവിടെ? हिंदी साहित्य का आरंभ कब से हुआ, इस संबंध में विद्वानों के 3 मत रहे हैं. ഹിന്ദി സാഹിത്യത്തിൻ്റെ ആരംഭത്തെ സംബന്ധിച്ച് 3 പ്രധാന അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത്. പഹലെ മത് കെ അനുസാർ ഹിന്ദി സാഹിത്യ का आरंभ 8वीं सदी से माना जाता है. इस मत के अंतर्गत ग्रियर्सन, मिश्रबंधु, राहुल सांकृत्यायन, चंद्रधर शर्मा गुलेरी, डॉक्टर रामकुमार वर्मा आदि शामिल है. അതായത് ഗ്രിയർസൺ, മിശ്രബന്ധു, രാഹുൽ സാങ്കൃത്യായൻ, ചന്ദ്രബന്ധു ശർമ്മ ഗുലേരി, ഡോക്ടർ രാംകുമാർ വർമ്മ തുടങ്ങിയവരുടെ അഭിപ്രായത്തിൽ ഏകദേശം 8ാം നൂറ്റാണ്ടിലാണ് ഹിന്ദിയുടെ ആദ്യകാലം ആരംഭിക്കുന്നത്. दूसरे मत के अनुसार हिंदी साहित्य का आरंभ 9वीं शताब्दी से माना जाता है. इसमें श्री जायसवाल आदि विद्वानों सम्मिलित है. അതായത് ശ്രീ ജായസ്വാളിൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദി സാഹിത്യം അതായത് ആദികാൽ ആരംഭിക്കുന്നത് ഏകദേശം 9ാം നൂറ്റാണ്ടിലാണ്. തീസരെ മത് കെ അന്തർഗത് ആചാര്യ ശുക്ൽ, ഡോക്ടർ शयासुंदर दास, आचार्य हजारी प्रसाद द्विवेदी आदि विद्वानों ने हिंदी साहित्य का आरंभ 11वीं सदी से माना है. അതായത് ആചാര്യ ശുക്ലിൻ്റെയും ഡോക്ടർ ഷയാസുന്ദർ ദാസിൻ്റെയും ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെയും അഭിപ്രായത്തിൽ ഹിന്ദി സാഹിത്യത്തിൻ്റെ തുടക്കം 11ാം നൂറ്റാണ്ടിലാണ്. आदिकाल के उदय के मूल कारणों में तात्कालिक अवस्थिति, धार्मिक, राजनीतिक, सामाजिक तथा साहित्यिक प्रवृत्तियों ही रही है. അതായത് ഹിന്ദി സാഹിത്യത്തിൻ്റെ ആരംഭത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായി പറയുന്നത് മതം, രാഷ്ട്രീയം തുടങ്ങിയവയിൽ നിന്നും സാഹിത്യത്തിൻ്റെ ആരംഭമുണ്ടായി, ഹിന്ദി സാഹിത്യത്തിൻ്റെ ആരംഭമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. വിദേശി, മുസ്ലിം और यवन आक्रमणकारियों तथा विकृत धार्मिक भावन से सत्रस्त होकर आदिकाल का उदय हुआ. അതായത് ഈ വിദേശികളായ ചില മുസ്ലിംസും അതുപോലെ തന്നെ യവന്മാർ തുടങ്ങിയവർക്ക് മതത്തിലുള്ള തെറ്റിദ്ധാരണകളും മറ്റുമാണ് ആദ്യകാല ഹിന്ദി സാഹിത്യത്തിന് പ്രധാനമായും കാരണമായി തീർന്നത്. അതിൽ പ്രമുഖ പ്രവൃത്തിയാം നൽകിയിട്ടുണ്ട്. 5 എണ്ണമാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തത് ആശ്രയദാതാവും കി അതിശയോക്തിപൂർണ്ണ വർണ്ണൻ, അതായത് ആശ്രയത്വത്തെ അതിശയോക്തിയിലൂടെ വർണ്ണിക്കുന്നു. 2 വ്യാപക രാഷ്ട്രീയത ക അഭാവ സ്തുതി, അതായത് വ്യാപകമായി രാഷ്ട്രീയത്തെ പുകഴ്ത്തുന്നു. ചരിത്ര കാവ്യ ലിഖ്നെ കി പ്രധാനത, അതായത് ഒരു കഥാപാത്രത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ള സാഹിത്യങ്ങൾ. ഭാഷ ഏവം ചന്തോംകി വിവിധത, അതായത് ഭാഷയുടെയും ഈരടികളുടെയും വ്യത്യസ്തത കാണാൻ സാധിക്കും. വീരപ്രധാന കാവ്യം എന്ന് പറയുമ്പോഴത്തേനും വീരന്മാരായിട്ടുള്ളവരുടെയും യോദ്ധാക്കളെയൊക്കെ പുകഴ്ത്തുന്ന കാവ്യങ്ങളായിരുന്നു തുടങ്ങിയവയാണ് പ്രമുഖമായിട്ടും ആദ്യകാലിലെ सविशेषता के प्रमुख परिस्थितियां पर प्रकाश डाले. राजनैतिक परिस्थितियां ईर्षा की 7वीं-8वीं शताब्दी से 12वीं शताब्दी के राजनैतिक गणना चक्र ने हिंदी साहित्य का भाषा और भाव दोनों की दृष्टियों से प्रभावित किया. धनेसर का राजा हर्षवर्धन उत्तर भारत का अंतिम महान सम्राट था. नर्मदा के उत्तर में हर्षवर्धन का साम्राज्य था तो उसके दक्षिण में चालुक्य
पुलकेशन द्वितीय का शासन था और दोनों ने अपने अपने साम्राज्य की वृद्धि की असफल चेष्टाएं की। हर्ष अपने जीवन काल में बौद्ध धर्म की ओर मुक्त हो गया था और उसने चीन का साथ घनिष्ठ संस्कृति और राजनैतिक संपर्क किया था, किंतु उस महान सम्राट की मृत्यु के बाद देश की शक्ति छिन्न भिन्न हो गई। किसी एक का एकाधिपत्य ना रहा, राजसत्ता अनियंत्रित हो गई और उनके छोटे छोटे राजवंश आदि आपस में लड़ भिड़ कर अपनी शक्ति का ഹാസ് करने लगा. എന്താ പറയുന്നത്, ഈർസാക്കി 7वीं 8वीं സതി, അതായത് 7ാമത്തെ നൂറ്റാണ്ടിനേക്കാളും ഡിഫറെൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ വ്യത്യസ്തമായിരുന്നു 12ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയപരമായ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പരിസ്ഥിതി. അത് ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദി ഭാഷയെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. ദാനേസർ എന്ന് പറഞ്ഞ രാജാവായിരുന്നു ഹർഷവർദ്ധൻ ഭരിച്ചിരുന്നത് നർമ്മദ നദിയുടെ വടക്ക് വശത്ത്, അതായത് ഭാരതത്തിൻ്റെ വടക്ക് വശത്ത് നർമ്മദ നദിയുടെ വടക്ക് വശത്ത് ആയിരുന്നു ഹർഷവർദ്ധൻ എന്ന് പറഞ്ഞ രാജാവ് ഭരിച്ചിരുന്നത്. അതിൻ്റെ നർമ്മദ നദിയുടെ തെക്ക് വശത്ത് ഭരിച്ചിരുന്നതാണ് പുൽക്കേശൻ ദ്വിതീയം. ചാലുക്യ വശി പുൽക്കേശൻ ദ്വിതീയമായിരുന്നു തെക്ക് വശത്ത് ഭരിച്ചിരുന്നത്. ഈ രണ്ട് രാജാക്കന്മാരും സ്വന്തം രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടി, അതായത് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ചിരുന്നു. ഹർഷവർദ്ധൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതായത് ആളുടെ ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടത്തിൽ ആൾ ബുദ്ധമതത്തിനോട് കൂടുതലായിട്ട് ബുദ്ധമതം ആളെ കൂടുതലായിട്ട് പ്രഭാവിച്ചു. അതായത് കൂടുതൽ അതിനോട് താല്പര്യം ആൾക്ക് തോന്നി, ബുദ്ധമതത്തിനോട് കൂടുതൽ താല്പര്യം തോന്നി. ചൈനയായിട്ട് ധനിഷ്ഠ സംസ്കൃതി, അതായത് നമ്മുടെ ആളുടെ രാജ്യ സംസ്കാരങ്ങളും രാഷ്ട്രീയപരമായ സമ്പർക്കങ്ങളും ചൈനയായിട്ട് പങ്കുവച്ചു. പക്ഷേ അതായത് ഹർഷവർദ്ധൻ്റെ മരണത്തിന് ശേഷം രാജ്യത്തിലെ ആൾക്കാർ തങ്ങളുടെ അവരുടെ ശക്തി ചിൻബിൻ ഹോഗെ, അതായത് അവിടുത്തെ ആൾക്കാർ പരസ്പരം ആരും നിയന്ത്രിക്കാനില്ലാത്ത അവസ്ഥയായി. അവരെ പരസ്പരം തൻ്റെ ശക്തി തെളിയിച്ച് മറ്റുള്ളവരെ ഹാസ്യപാത്രമാകാൻ തുടങ്ങിയത്. जनता की दृष्टि अपने सुरक्षा और जीविका तक ही सीमित रह जाती थी. इन्हीं कारणों से हमें इस काल से राष्ट्रीय और देशभक्ति को व्यापक भावना का अभाव मिलता है. यह भारतवासियों की राष्ट्रीय मानसिक क्रांति का ही परिणाम था कि देश में मध्ययुगीन विदेशी आक्रमणकारियों का शासन दीर्घकालीन सिद्ध हो सका. इसी समय भारतवर्ष की उत्तर पश्चिम सीमा पर मुसलमानों के आक्रमण होने लगे थे. राजपूतों का उदय तत्कालीन इतिहास की एक महत्वपूर्ण घटना है, जिनके अद्भुत शौर्य, उत्सर्ग और पारस्परिक संघर्ष का वर्णन हिंदी साहित्य में हुआ. भारतवासियों ने अपनी स्वतंत्रता खोकर एक भारी संकट का सामना किया. ये सब हिंदी साहित्य को भी प्रभावित किया. ഈ പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ജനതകളുടെ ദൃഷ്ടികോണിൽ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ സ്വന്തം സുരക്ഷയും തനിക്ക് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുക എന്നുള്ള കാഴ്ചപ്പാട് വന്നു തുടങ്ങി. ഈ കാരണം കൊണ്ട് രാഷ്ട്രീയവും പിന്നെ ദേശഭക്തിയും ദേശസ്നേഹവും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി. മധ്യ ഭാരതത്തിൽ ബ്രിട്ടീഷുകാരും മറ്റും വിദേശികൾ കടന്നു കയറി ഭരിക്കാൻ തുടങ്ങി. ക്രാന്തി പരിണാം താക്കി ദേശ് കെ മധ്യയുഗീൻ വിദേശി ആക്രമണ, അതായത് വിദേശികൾ കടന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറി ഭരിക്കാൻ തുടങ്ങി. ഈ സമയത്ത് എന്തുണ്ടായി, ഭാരതവർഷയ്ക്ക് അതായത് വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് മുസൽമാന്മാരെ എന്ത് ചെയ്തു തുടങ്ങി, ആക്രമിച്ച് നമ്മുടെ
നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറി തുടങ്ങി. രാജ്പൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജസ്ഥാൻ രാജ്പൂത്ത് എന്ന് പറഞ്ഞൊരു രാജകുടുംബത്തിൽപ്പെട്ട ആൾക്കാർ, അങ്ങനെ ഉദ്ദേശിക്കുന്ന രാജ്പൂത്തോ ഒന്നാണ്. ഒരു പ്രത്യേകം ജാതി, അതായത് നമ്മൾ നായർ എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു ജാതിയാണ് രാജ്പൂത്ത് എന്ന് പറയുന്നത്. ഉദയ് തത്കാലീൻ ഇതിഹാസ ക മഹത്വപൂർണ്ണ ഘടന, അതായത് രാജ്പൂത്തുകളുടെ ഉദയവും അവരൊക്കെ ഇതിഹാസത്തിൽ എഴുതപ്പെട്ടതാണ്. ആരെക്കുറിച്ച്? രാജ്പൂത്തരെ കുറിച്ചിട്ടൊക്കെ. ഇതൊക്കെ എന്തായി? ഇല്ലാതായി തുടങ്ങി. സ്വന്തം, അതായത് അവരുടെ പരസ്പര സംഘർഷങ്ങളും പ്രശ്നങ്ങളും പിന്നെ ജാതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ കാരണം പ്രശ്നങ്ങളും മറ്റും എന്തിനെ ബാധിച്ചു തുടങ്ങി? ഹിന്ദി സാഹിത്യത്തിനും മറ്റും ബാധിച്ചു. ഭാരത്വാസി അപ്നി സ്വതന്ത്രത, അതായത് സ്വന്തം സ്വാതന്ത്ര്യം അവർക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ സ്വന്തം മനോഭാവവും കാഴ്ചപ്പാടും കാരണമാണ്, നമ്മുടെ പ്രവൃത്തികൾ കാരണമാണ് നമുക്ക് എന്ത് നഷ്ടപ്പെടുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്. നമുക്ക് വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ഇതൊക്കെ എന്തിനെ ബാധിച്ചു? ഹിന്ദി സാഹിത്യത്തിനെ ബാധിച്ചു.